പോട്ടെ, വലിച്ചോ വലിച്ചോ വലിച്ചോ. ആ എടാ ഫ്രണ്ടിൽ നിർത്തി മാറ്റി തങ്കപ്പാ, ഫ്രണ്ടിൽ വലിക്കുക. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ വരിക്കാങ്കുന്ന് എന്നൊരു സ്ഥലത്താണ് കേട്ടോ. വരിക്കാങ്കുന്ന് പുലിമുഖം ഹോം സ്റ്റേയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അരുൺ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ യാത്രകളും വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അരുണോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം എൻ്റെ സുഹൃത്താണ്. ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. തങ്കപ്പാന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. കാരണം പുള്ളിയുടെ പേര് അരുൺ എന്നാണെങ്കിലും ഞങ്ങളെപ്പോഴും വിളിക്കുന്നത് തങ്കപ്പ എന്നാണ്. കാരണം ഞങ്ങൾ ഏകദേശം ഒരു 15-20 വർഷത്തോളമായിട്ടുള്ള ഒരു പരിചയമാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് പാലയിൽ. എൻ്റെ റൂംമേറ്റ് ആയിരുന്നു പുള്ളി. മാത്രമല്ല ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കാസ്ട്രോനെ നിങ്ങൾ 1-2 വീഡിയോസിലൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട്. അദ്ദേഹവും നമ്മുടെ ബാച്ചിലുള്ള ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയൊരു പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേങ്ങപ്പാ? അതാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ഗസ്റ്റുകൾക്ക്. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം തന്നെ മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഒരു ഭാഗത്തുകൂടി ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. അത് എവിടെ നിന്ന് വരുന്നത്? അപ്പോൾ അത് മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴിയാണല്ലേ? മൂവാറ്റുപുഴ ആറിൻ്റെ കൈവഴിയാണ് ഈ ഒരു ഭാഗത്തുകൂടി ഒഴുകുന്നത്. അവിടെ ഒരു ചീപ്പ് വെച്ചിട്ടുണ്ടല്ലോ, അതെന്തായിരിക്കും? അത് നമ്മുടെ പുഞ്ചപ്പാടത്തേക്ക് നമ്മൾ കൃഷിക്ക് വെള്ളം കയറ്റി ഇറക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ചീപ്പാണ്. ഓക്കെ. അത് നമ്മുടെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ വൈക്കം, കോട്ടയം, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലൊക്കെ നമുക്ക് അങ്ങനത്തെ ചീപ്പുകൾ കാണാൻ സാധിക്കും. ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരായിരിക്കും പറയുക. നമ്മളിവിടെ ചീപ്പ് എന്നാണ് പറയുന്നത്. വെള്ളം കയറ്റി ഇറക്കുന്ന ആ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നതിന് ചീപ്പ് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ. എന്തായാലും ഇതിലൂടെ ഒഴുകുന്ന ചെറിയ പുഴയോട് ചേർന്നാണ് നമ്മുടെ ഹോം സ്റ്റേ ആരംഭിച്ചിരിക്കുന്നത്. ഹോം സ്റ്റേ എന്ന് പറയാനായിട്ട് ഇത് നേരത്തെ വീടായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇതൊരു ഹോം സ്റ്റേ പോലെയൊക്കെ സെറ്റ് ചെയ്ത് കുറേ ആൾക്കാർക്കെങ്കിലും വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു സംവിധാനം ഒരുക്കാമെന്ന്. അങ്ങനെയാണ് നമ്മളിതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തത്. ഓൾമോസ്റ്റ് പണികൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയെ ചെയ്തു വരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഇപ്പോൾ എത്ര റൂമാണ് നമുക്ക് ഉള്ളത്? 4 റൂമാണ് നമുക്കുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ടുള്ള റൂം തന്നെയാണ്. വൃത്തിയാക്കി നല്ല ബെഡൊക്കെ ഇട്ട് നല്ല സ്റ്റൈലാക്കി മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു 2-3 വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ ഉള്ളത്, അല്ലെങ്കിൽ പാർക്കിംഗ് സ്ലോട്ട് ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഹോം സ്റ്റേയോട് ചേർന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പുൽത്തേടി കാണാം, 2 ചെയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും അഡീഷണൽ ചെയേഴ്സൊക്കെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. ആ ഒരു ഭാഗത്ത് ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞല്ലോ ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് ഒരു ചെറിയ പടവ് കെട്ടി തീർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല മീൻ പിടിക്കാനുള്ള ഒരു സൗകര്യം വേണമെങ്കിൽ നമുക്ക് ഒരുക്കി കൊടുക്കാം അല്ലേ? അധികം ആഴമുള്ള ഒരു പുഴയല്ല. നല്ല വെള്ളം വരുന്ന സമയത്ത് നല്ല ആഴം കാണും. പക്ഷേ എപ്പോഴും അത്ര താഴ്ച ഉണ്ടാകില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചീപ്പ് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വെള്ളം കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ആഴമൊക്കെ. അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ചൂണ്ടയിടാം, വലയിടാം. അതോടൊപ്പം തന്നെ ഇറങ്ങി വേണമെങ്കിൽ കുളിക്കണമെങ്കിൽ കുളിക്കാനും സാധിക്കുന്നതാണ്. നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തുടക്കമാകുമ്പോഴത്തേനും അതിൻ്റെതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അല്ലേങ്ങപ്പാ? ഇനി അതുകൂടാതെ ഇനി നമ്മൾ ചെയ്യുന്ന ഫെസിലിറ്റീസ് പറയുന്നത് ഗ്രില്ലടിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇന്നത്തെ ദിവസം കാണാം. ചെറിയ രീതിയിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളത് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരാളൊക്കെ ഉണ്ടാവും അത് ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ കൂടി ചേർന്ന് ഈ ഒരു ബാർബിക്യൂ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മളും അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നുമല്ല, ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഒരു പുതിയ മെഷീൻ വാങ്ങിച്ചാണ്, അതെങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഒരു യാത്ര കുറേ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹോം സ്റ്റേയിൽ വന്ന് എന്താണ് ഇപ്പം കാണാനുള്ള, അല്ലെങ്കിൽ ചുമ്മാ കടന്നിട്ട് രാവിലെ എണീറ്റ് പോകുമല്ലേ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് രാത്രി നമ്മൾ ഹോം സ്റ്റേയിൽ സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ മുതൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസുകളുണ്ട്. അതായത് ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. കായലിലൂടെയുള്ളൊരു യാത്ര അല്ലേ? വേമ്പനാട്ട് കായലിലൂടെയുള്ളൊരു യാത്രയാണ് നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കുന്നത്. അതൊരു വെറൈറ്റി കാഴ്ചയായിരിക്കും. കാരണം നമ്മളങ്ങനെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു യാത്ര ആയിരിക്കില്ല. ഇവിടെ ഈ കായലിനോട് ചേർന്ന് ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്, ഐലൻഡുകളുണ്ട്. ആ ഐലൻഡുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് അതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മീൻ പിടിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും, കക്ക വരുന്ന ആൾക്കാരെ കാണാൻ കഴിയും അല്ലേ? ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. മാത്രമല്ല ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴത്തേനും അതിൻ്റെതായ ഭംഗി നൽകുന്ന, അല്ലെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ, നല്ല ഫ്രെയിംസൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേയിൽ നിങ്ങൾ താമസിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്ന
ഫെസിലിറ്റീസാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. വെറുതെ ഒരു ഹോം സ്റ്റേയിൽ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്ത് രാവിലെ എണീറ്റ് തിരിച്ചു പോകുന്നൊരു പരിപാടിയല്ല നമ്മൾ ആരംഭിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറേ നല്ല കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് കിട്ടണം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെയൊരു പരിപാടികൾ അങ്ങനെ അധികം ആൾക്കാർ ചെയ്യാനായിട്ട് സാധ്യതയില്ല. കാരണം ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ 1-2 ഹൈലൈറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ പറയുന്ന നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അത് കണ്ട് മനസ്സിലാക്കാനേ കഴിയുള്ളൂ. ഇന്ന് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഗ്രിൽഡ് അടിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ചെയ്യണം. അപ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, കുഞ്ഞിക്കണ്ണനും അതോടൊപ്പം തന്നെ ബിനിച്ചേട്ടനും. കുഞ്ഞിക്കണ്ണൻ്റെ പേര് ശരിക്കും എന്താ? കുഞ്ഞിക്കണ്ണ വിളിച്ച് സുജിത്ത് ദാസ് എന്തായിരുന്നു? സുജിത്ത് എന്നാണ്. ഞാൻ കുഞ്ഞിക്കണ്ണെന്ന് വിളിച്ച് പണ്ട് മുതലേ ശീലിച്ചുകൊണ്ട് എനിക്ക് കറക്റ്റ് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. പിന്നെ ബിനിച്ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ 4-5 പേരാണ് ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെറ്റാക്കി ഇന്ന് ഗ്രിൽഡൊക്കെ ഉണ്ടാക്കി ഇവിടെ നിന്ന് സ്റ്റേ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ നാളെ രാവിലെ മുതൽ അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുലിമുഖം ഹോം സ്റ്റേയിൽ നിന്ന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. കാസ്ട്രോ, യു അഗൈൻ. പിന്നെയും വീണ്ടും ഒരു കണ്ടുമുട്ടൽ. അതാണ്. അപ്പോൾ നമ്മുടെ പരിപാടി ഞങ്ങൾ ആരംഭിക്കുകയാണ് അല്ലേ? അതെ, നമ്മുടെ പ്രസ്ഥാനം തകർക്കാൻ പോവാ. നമ്മുടെ ഒരു ചെറിയ പ്രസ്ഥാനം വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും. ഓക്കെ, നമുക്കൊന്ന് കയറിയാലോ? തീർച്ചയായിട്ടും. എന്തായാലും നമുക്കിതിൽ ഒന്ന് കറങ്ങി വരാം. കാസ്ട്രോ, അവിടെ ഒരു പഴയ ചായക്കട ഉണ്ട്, നീ കണ്ടായിരുന്നോ? ഓട് മേഞ്ഞ കണ്ടോ? അവിടെ ഒരു പഴയ ചായക്കട. ഒരു ഗ്രാമപ്രദേശമാണ്, അപ്പോൾ അതിൻ്റെതായ എല്ലാ തനതായിട്ടുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻവശത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് റൂമിലേക്ക് കയറാം, ശരിക്കും ഊരിയിട്ട് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂംസ് കേട്ടോ. ഇവിടെ താഴെ തന്നെ നമുക്ക് 2 റൂംസ് ഉണ്ട്. ഒന്ന് അവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാളാണ്, അവിടെ തൽക്കാലം ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് അത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണുന്നത് ഇവിടെ ഒരു അടുക്കളയാണ് കണ്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചണുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാം. രാവിലെ എണീറ്റിട്ട് ചായയൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അത് നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്ന വഴി. അപ്പോൾ ഇവിടം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ വർക്ക് ഏരിയ ആയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമൊന്നും വരില്ല. ഇവിടം കൊണ്ട് തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വെള്ളം ചൂടാക്കാനുള്ള കെറ്റിലുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ മേഖലയിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നുമല്ല. നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ നമ്മളെ യാത്രകൾ ചെയ്തുള്ള അറിവ് വെച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഈ ഹോട്ടൽ ഫീൽഡിൽ അല്ലെങ്കിൽ ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷേ നമുക്ക് അത് അറിയത്തില്ല. കണ്ടുള്ള പരിചയം വെച്ചിട്ട് നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിച്ച് സെറ്റാക്കിയതാണ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ അതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കട്ടിൽ തൽക്കാലം ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് അടുത്ത ബെഡ്റൂം. ഇവിടെയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെഡ് സ്പേസ് ആണ്. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാനായിട്ട് സാധിക്കും. ആ കട്ടിലില്ല, മാസ്റ്റർ ബെഡിൽ നമുക്കൊരു 3 പേർക്ക് കിടക്കാൻ പറ്റും. അത് കുറച്ചുകൂടെ വലിയ കട്ടിലാണ്, എന്താ പറയുക, കിങ് സൈസ് എന്നൊക്കെ പറയല്ലേ. ഇതൊരു ക്യൂൺ സൈസാണ്, അതൊരു കിങ് സൈസാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് 3 പേർക്കും ഇതിനകത്ത് 2 പേർക്കും കിടക്കാം അനായാസം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 പേർക്കും വേണമെങ്കിൽ കിടക്കാം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടന്ന് മുകളിലേക്ക് കയറുകയാണ്. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ലൈറ്റ് കിടാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് കയറുക. സ്റ്റെയർ കേസൊക്കെ ഉണ്ട്, പേടിക്കണ്ട. ലിഫ്റ്റില്ല കേട്ടോ, ലിഫ്റ്റ് പ്രതീക്ഷിക്കരുത്. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ബെഡൊന്നും വിരിച്ചിട്ടൊന്നുമില്ല. കാരണം നമ്മളെല്ലാം കൂടെ വിരിച്ച് കുളമാക്കേണ്ട കാര്യമില്ലല്ലോ. ആൾക്കാർ വരുന്നതനുസരിച്ച് സെറ്റ് ചെയ്താൽ മതിയല്ലോ. താഴെയാണ് ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. ഇവിടെയും താമസിക്കാനുള്ള സൗകര്യമുണ്ട്, പറയുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ട്. അത്യാവശ്യം അതും പറ്റുന്ന രീതിയിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു റൂം കൂടെ ഉണ്ട് കേട്ടോ മുകളിൽ. ഇത് ലോക്ക്, ഇതിൻ്റെ താക്കോൽ കണ്ടില്ലേ. ഇതിനകത്തൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. അതിൻ്റെ താക്കോൽ ഞാൻ കണ്ടില്ല, ഇനി അങ്ങനെ കണ്ടുപിടിച്ച് ചോദിക്കേണ്ടി വരും. അങ്ങനെ പിന്നെയും നമ്മൾ തിരിച്ച് താഴത്തെ നിലയിലേക്ക് എത്തിച്ചേർന്നു. മുകളിലത്തെ നിലയിലെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ. ചെറിയൊരു സെറ്റപ്പ്, എന്നാലും കുഴപ്പമില്ല, പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ സെറ്റാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് റൂമിൻ്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ. പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ 2 സുഹൃത്തുക്കൾ കൂടി വരാനുണ്ട്. കുഞ്ഞിക്കണ്ണനും അതോടൊപ്പം തന്നെ ബിനുചേട്ടനും. അവരോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രിൽഡിൻ്റെ ആ ഒരു സെറ്റപ്പിലേക്ക് തിരിയുന്നതായിരിക്കും. ഇപ്പം ഗ്രിൽഡ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ നോക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞാനെന്തെങ്കിലും കാസ്റ്റോടെ പുറത്ത് പോയിട്ട് ചിക്കനും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരണം. വാങ്ങിച്ച് വന്ന് ബാക്കി പരിപാടികൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എന്തായാലും പുഴയുടെ അവിടെ നിന്ന് തിരിച്ച് കയറുകയാണ് കേട്ടോ. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കി. കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുണ്ട് കേട്ടോ, നല്ല മീനുണ്ട് അവിടെ. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഗ്രിൽഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ബിനുചേട്ടനും കുഞ്ഞുകണ്ണൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഗ്രിൽഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞുകണ്ണൻ ചിരിക്കുന്നു അവിടെ നിന്ന്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ, ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കൾ ആണ് ഈ ഒരു കലാപരിപാടിയിൽ പ്രധാനമായിട്ടും കാർമ്മികത്വം വഹിക്കുന്നത്. ഇത് നമ്മുടെ സുഹൃത്ത് കുഞ്ഞിക്കണ്ണൻ, ഇത് മറ്റൊരു സുഹൃത്ത് ബിനുചേട്ടൻ. അങ്ങനെ ഞങ്ങൾ 3 പേരെന്ന് പറയുന്നില്ല, ഇവർ 2 പേരും എന്നേ പറയാൻ പറ്റുള്ളൂ. കൂടെ ഞാനും ഗ്രില്ല് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിക്കണ്ണൻ്റെ ഒരു വെറൈറ്റി കൂട്ടാന്ന് പറഞ്ഞത് കൊള്ളാമോ? നോക്കാം എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഇതിനകത്ത്. മെയിനായിട്ട് ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് അതെന്തായാലും ഉപ്പ് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. തീർച്ചയായും എല്ലാം ചേർത്തിട്ടുണ്ട്. ഓക്കെ, മഞ്ഞപ്പൊടിയുണ്ട്. അപ്പോൾ വിനിച്ചേറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം കുഞ്ഞിക്കണ്ണത് ചിക്കന് മസാല പുരട്ടി വെക്കും. വിനിച്ചേറിന് ചെറിയ പരിപാടി ഉണ്ട്. എന്താണത്? ഇനി ഗ്രിൽഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം സെറ്റാക്കണം. അതിനുള്ള അച്ച് ഓൾറെഡി നമ്മുടെ അവിടെ ഇരിക്കുകയാണ്. കരി കൊണ്ടുവച്ചിട്ടുണ്ട്. അത് കത്തിക്കുക. അത് റെഡിയായി കഴിയുമ്പോഴത്തേന് ഇവനെ പെരട്ടി വെച്ചേക്കണം. ഇത് പെരട്ടി കഴിഞ്ഞാണ് നമ്മളത് കത്തിക്കുള്ളൂ. ഇത് എത്ര സമയം വെക്കണം മിനിമം? ഏറ്റവും പറഞ്ഞാൽ 1/2 മണിക്കൂറെങ്കിലും വെക്കുമായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ സമയം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പെരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മസാല അങ്ങ് പിടിച്ചോളൂ. ഇപ്പൊ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു അരമണിക്കൂർ വെക്കുന്നു. തീ കത്തിക്കുക, സെറ്റ് ചെയ്യുന്നു. നമ്മളൊന്ന് പെരട്ടി വെച്ചിട്ട് കനലിന്റെ പരിപാടിയിലേക്ക് നോക്കുവാണെങ്കിൽ അത്ര നേരം കൊണ്ട് ഇത് അത്യാവശ്യം ഒന്ന് പിടിച്ച് സെറ്റായി വരും അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ. എന്തായാലും നമ്മുടെ ആദ്യത്തെ കലാപരിപാടി എന്ന നിലയ്ക്ക് ഇവർ 2 പേരും അവരുടെ പരിപാടികളിൽ ഏർപ്പെടട്ടെ. നമുക്കിനി കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്, ആ പരിപാടികളിലേക്ക് പോകാം. ബിനുചേട്ടൻ ഇനിയിപ്പം താമസിക്കാതെ ഗ്രിൽഡിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അതെന്താണെന്നുള്ളത് കാണിക്കാം. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇത് ചിക്കനിൽ ഈ സാധനം മസാല പെരട്ടി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര പീസ് എടുത്തേക്കുന്നത് മൊത്തത്തിൽ? നമ്മൾ 4 പീസ് ഉണ്ടല്ലേ? ഓക്കെ. ഇതിപ്പോൾ ഏകദേശം ഒരു 1,800 കോഴി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 1,800 സംതിങ് ആണെന്നാണ് പറഞ്ഞു തന്നിരിക്കും. മീഡിയം കോഴി നമ്മൾ അതെ അരുൺ അങ്ങനെയാണ് പറഞ്ഞത്. മീഡിയം കോഴിയാണ് മേടിച്ചേക്കുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കുക്കിംഗ് എന്ന് പറയുന്നത് കുഞ്ഞിക്കണ്ണ ഒരു കലയാണ് അല്ലേ? അത് ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഞാനും അത്യാവശ്യമൊക്കെ ചെയ്യും, എന്നാലും കുഞ്ഞിക്കണ്ണൻ്റെ അത്ര ഒന്നും അത്ര സെറ്റല്ല. പുള്ളി പിന്നെ ഇതിനോട് കമ്പമുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി നല്ല സെറ്റാക്കി അത് ചെയ്തോളും, അതിനകത്ത് ഗ്യാരണ്ടിയാണ്. കുഞ്ഞിക്കണ്ണൻ എന്തായാലും നിങ്ങളുടെ ജോലിയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞാലേ. ഈ കുക്കൊന്നുമല്ല കേട്ടോ പുള്ളി. കുഞ്ഞിക്കണ്ണൻ അടിസ്ഥാന കുക്കാണെന്ന് വിചാരിക്കണ്ട അല്ലേ? അതെ. എന്തിൻ്റെ പരിപാടിയാണ് ചെയ്യുന്നത്? എനിക്ക് ലിഫ്റ്റിന്റെ വർക്ക്. ഏത് കമ്പനിയാണ് ചെയ്യുന്നത്? ഞാൻ ജോൺസണിലാണ് വർക്ക് ചെയ്യുന്നത്. ജോൺസണിൽ. ഓക്കെ, അപ്പോൾ ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഇത് ഇടയ്ക്ക് ചെറിയൊരു ഹോബി. അതെ നമ്മളെ പോലുള്ള പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് അത്രേ ഉള്ളൂ. അതാണ് കുഞ്ഞിക്കണ്ണൻ്റെ കഥ പറയുകയാണെങ്കിൽ. ബിനുചേട്ടൻ ഇതിനിടയ്ക്ക് കരിക്ക് തീ പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ അദ്ദേഹം കരിക്ക് തീ പിടിപ്പിക്കട്ടെ. അപ്പം കുഞ്ഞിക്കണ്ണൻ ഇതും സെറ്റാക്കും. അതിന് ശേഷം നമ്മൾ ഗ്രിൽഡ് ചെയ്യാനുള്ള പരിപാടി നമ്മൾ തുടങ്ങുന്നതാണ്. അല്ല കുഞ്ഞുകണ്ണാ? അതെ, തീർച്ചയായും. ബിനുചേട്ടാ സെറ്റ് ചെയ്യല്ലേ? സെറ്റ് ചെയ്യുമോ? അപ്പോൾ നമ്മൾ തീ പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ശ്രമം എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും നമ്മൾ കരുതിയില്ല. അതാണ് ശ്രമം പറഞ്ഞത്. ഇതിപ്പോൾ എന്താ ഒഴിച്ചേക്കുന്നത്? അതിനകത്തേക്ക് ഇതിൽ വെളിച്ചെണ്ണ, തുണി ഇട്ടേക്കുക. ഓക്കെ. അതിൽ കത്തി പിടിക്കുമായിരിക്കും അല്ലേ? കത്തി പിടിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അല്ലെങ്കിൽ ഫെയിലായി പോകല്ലേ? അത് തന്നെ. എന്നിട്ട് നമ്മളെ ഇപ്പോൾ വാങ്ങിച്ചേക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്രിൽഡ് ഉണ്ടാക്കുന്ന സാധനം, അത് എവിടുന്നാണ് വാങ്ങിച്ചേക്കുന്നത്? നമ്മുടെ അടുത്ത പ്രദേശമായ കാഞ്ഞിരപ്പുറത്ത് പോണ വഴിക്ക് സെക്കൻഡ് സൈൽ കട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇഷ്ടം പോലെ കടകളുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, വണ്ടിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. എല്ലാ കടയിലും ഈ സാധനം ഉണ്ട്. ഇപ്പൊ ഇതൊരു ട്രെൻഡായി മാറി ഗ്രില്ലടിക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, എവിടെ നമ്മൾ പരിപാടി ഉണ്ടോ അവിടെ എല്ലാം ഈ സാധനം ഉണ്ടല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം മേടിച്ച് നമുക്ക് നമ്മുടെ പരിപാടി വിജയിക്കണമല്ലോ, അതിനു വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിപ്പം ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇതിപ്പോ ഇവിടെ ഉണ്ടാക്കുന്നല്ലേ? ഇത് ഇവിടെ ഉണ്ടാക്കുന്ന അല്ലേ? ഓർഡർ അനുസരിച്ച് അവർ അപ്പോൾ റെഡിയാക്കി തരും. ഓക്കെ. അവിടെ കുറെ ബേക്കറി ഐറ്റംസിന്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആ ഒരു പ്രദേശമല്ലേ? അത് തന്നെ, ആ പ്രദേശം തന്നെ. ഓക്കെ. കാഞ്ഞിരപ്പുറത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഉണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നത് വാങ്ങിക്കാറുണ്ട് അല്ലേ? അത് തന്നെ.
ഈ സെക്കൻഡ് സെയിൽ ആയതുകൊണ്ട് നമ്മൾ ടാക്സ് ഒക്കെ കുറച്ച് കൊടുക്കുക. അങ്ങനെ അതുകൊണ്ട് ആൾക്കാരെല്ലാം സാധനം വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിച്ചല്ലേ? അവിടെ നിന്ന് ഉണ്ടാക്കിച്ച നമ്മൾ പറഞ്ഞ നമ്മുടെ അളവിന് നമുക്ക് ഈ ഇതിന്റെ ഇത് ചിക്കൻ പീസ് നമ്മൾ ഗ്രില്ലടിക്കാനായിട്ട് വെക്കണ ഇതാണ്. ഇത് 2 എണ്ണം നമുക്ക് സെറ്റ് ചെയ്തിട്ടാണ് ആ അളവിനാണ് നമ്മൾ ഉണ്ടാക്കിയത്. അങ്ങനെ വേണം എടുക്കാം. ഇതിപ്പോ നമ്മൾ 2 എണ്ണത്തിന് വേണ്ടി ആ കൃത്യ അളവിൽ തന്നെ വെച്ചേക്കുക. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ശരി, കറക്റ്റ്. ഇങ്ങനെ ഉണ്ടോ? കറക്റ്റ് 2 എണ്ണം ഇരിക്കാനുള്ള സെറ്റ് അല്ലേ? സെറ്റ് ഇതിലാണ് നമ്മൾ നമ്മുടെ അളവ് നമ്മൾ പറഞ്ഞാണ് അളവ് അത്. ഓക്കെ, പിന്നെ അത് ഗ്രിൽഡ് സെറ്റ് ചെയ്യാനുള്ള ഇനി കരി തീ പിടിക്കണം അല്ലേ? പിടിച്ചിട്ടാ ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയല്ലോ? കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അവിടെ നമ്മൾ തീ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മൾ കയറ്റി വെച്ചേക്കുവാണ്. കയറ്റി വെച്ച് നമ്മൾ ഇനി എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ട് വെക്കുക. കനലിലേക്ക് വെക്കുക. ഓക്കെ, കൊണ്ടുവരാം. സാധനം ഞാൻ എടുക്കുവാണേ. ഓക്കെ, കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കനല് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ മിനിച്ചേട്ടൻ സാധനം സെറ്റ് ചെയ്യും. ഒന്നും നോക്കണ്ട, വെച്ചോ കുഞ്ഞാണാ. ഉഷാറാകട്ടെ. ഉഷാറായി, സെറ്റല്ലേ? ഇതിപ്പം ഒരെണ്ണമാണോ? ഇത് 2 എണ്ണോ? ഒറ്റ വെക്കാൻ പറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ കനലിലേക്ക് വെച്ചിരിക്കുന്നു. ഇനി എത്ര സമയം വേണം അത് പറ. വേഗം വരുന്നല്ലേ? അരമണിക്കൂർ അല്ലേ? ഓക്കെ, സെറ്റ്. ഇനിയിപ്പോൾ നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും സാധനം സെറ്റാവും. അതിന് ശേഷം നമ്മൾ ഇത് കഴിക്കുന്നതായിരിക്കും അല്ലേ? അത് തന്നെ. ഓക്കെ, ചേട്ടാ സെറ്റല്ലേ? സെറ്റായി. അപ്പോൾ നമ്മുടെ ഗ്രിഡ് റെഡി ആയിട്ടുണ്ടല്ലേ? കുറച്ച് ബുദ്ധിമുട്ടിയാലും നമ്മൾ റെഡിയാക്കി. അതെ. ഓക്കെ, കുഞ്ഞാണ ഇനി നമുക്ക് അടുത്ത പരിപാടി എവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്? ഓക്കെ, എന്നാൽ അങ്ങോട്ട് എടുക്കാമല്ലോ സാധനങ്ങൾ. വാ, നമുക്ക് ടേബിളിലേക്ക് എടുക്കാം. എടുത്തോ. അപ്പോൾ ഈ ഒരു ആംബിയൻസിൽ ഇരുന്നാണ് ബിനിച്ചേട്ടാ നമ്മൾ കഴിക്കാൻ പോകുന്നത്. അത് തന്നെ. അടിപൊളി. ദാ പ്ലേറ്റൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാനുള്ള പരിപാടി നോക്കാം. അവിടെ ഇരിക്കുമല്ലോ എന്നാലേ? ഇരിക്കുക. ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇരുന്ന് സമാധാനപരമായിട്ട് കഴിക്കാമല്ലോ. ഇരുന്നോ? കാശ്മീരിലേക്ക് ഇരിക്കാൻ പറ്റുമല്ലേ? സ്പേസ് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഗ്രില്ലോടൊപ്പം നമുക്ക് കഴിക്കാൻ പൊറോട്ട ഒന്നും വാങ്ങിച്ചില്ലല്ലോടെ? ആണല്ലേ? ആദ്യം നമ്മളിത് കഴിച്ചതിന്റെ രുചി അറിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്തതിന്റെ ഒരു സെറ്റപ്പ് നോക്കിയിട്ട് അടുത്ത അപ്പോൾ അതാണ് എൻ്റെ സെറ്റപ്പ്. അപ്പോൾ എന്തായാലും പൊറോട്ട ഒക്കെ നിങ്ങൾ വാങ്ങിച്ചതിനോട് പറഞ്ഞില്ലല്ലോ, സസ്പെൻസ് ആക്കി വെച്ചിരിക്കുന്നു. പൊറോട്ടയുണ്ട്, ബ്രെഡും ഉണ്ട്, എല്ലാം സെറ്റാണ്. മോനെ, ഇനി നമ്മൾ പൊളിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഗ്രിൽഡിൻ്റെ പരിപാടി സെറ്റായി. അത്യാവശ്യം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരിക്കുകയാണ് കുഞ്ഞിക്കണ്ണൻ. സവോളയൊക്കെ അരിഞ്ഞ് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കുന്നത് ആദ്യം അരുൺ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കാസ്റ്റർ നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ നോക്കാം. കാസ്റ്റർ നോക്കട്ടെ. കാസ്റ്റർ ആണ് ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഗസ്റ്റ്. കാസ്റ്റർ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അരുൺ ടെസ്റ്റ് നോക്കിയിട്ട് പറയട്ടെ. ഞാനീ ഒരു ആംബിയൻസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, അത്രേ ഉള്ളൂ. ഗ്രില്ലൊക്കെ അടിച്ച് ഈ ഒരു ലൈറ്റും സെറ്റപ്പിലും ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു സാധനം. കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് എനർജി. അതാണ് ഓക്കെയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്തതെങ്കിലും അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ടല്ലേ? ഇനിയിപ്പോൾ ഇത് കഴിക്കുന്നു. പൊറോട്ട കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുള്ളതാണോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ പോയി നോക്കണം. നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇന്നുകൊണ്ട് തന്നെ നമുക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യമുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. എന്തായാലും തൽക്കാലം ഇത് ഫുഡ് കഴിച്ചിട്ട് ഇന്നിപ്പം വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ഇനി കിടക്കുക. നാളെ രാവിലെ കുറേ പരിപാടികളുണ്ട്. ഞാനും തങ്കപ്പനും കാസ്ട്രോയും കൂടെ, ഞങ്ങളെല്ലാവരും കൂടെ നാളെ ഒരു ചെറിയൊരു പ്ലാനും കൂടെ ഉണ്ട്. എന്തായാലും ഇനി ഇത് കഴിച്ചിട്ട് നമുക്ക് കിടക്കാനുള്ള പരിപാടി നോക്കാം അല്ലേ? ഇവർ പിന്നെ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. കുഞ്ഞിക്കണ്ണനും വിനിച്ചേട്ടനും ഇവിടെ അടുത്ത് താമസിക്കുന്നത്. അവർ രാത്രി പോകും. ഞങ്ങൾ അരുണും ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മോടൊപ്പം നിൽക്കുകയാണ്. അന്ന് ഇവിടെ കിടന്നുറങ്ങിയിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ സ്റ്റേ ചെയ്യുന്നു. ആംബിയൻസ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ അങ്ങോട്ട് നിൽക്കുകയാണ്. നാളെ നമ്മൾ വേറൊരു കിടിലം പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്കിനി വഴിയെ കാണാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിച്ച് തീർക്കുന്നു. ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ കിടക്കുന്ന പോലെ കഷ്ടം അത്രേ ഉള്ളൂ. നാളെ രാവിലെ എണീക്കണം. നാളെ രാവിലെ ഉള്ള പുതിയ പരിപാടികൾ കാണാതിരിക്കുക. പഴശ്ശേരി കമ്പനി കാണാതിരിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ഗുഡ് നൈറ്റ്. അങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കുറച്ച് നേരം കൂടുതൽ കിടന്നുറങ്ങിയോ എന്ന് എനിക്കൊരു സംശയം. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അല്ലേ? നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാസ്ട്രോനെ ഞാൻ വലിച്ചേപ്പിച്ചോണ്ടാ വന്നത്, എണീക്കടാന്ന് പറഞ്ഞിട്ട്. അവൻ എണീക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് മില്ലിങ്ങിലല്ലേ? മില്ലിങ്ങിൽ. ഓക്കെ. ഇത് നമ്മൾ നേരെ പുത്തോട്ട ഭാഗത്തേക്കല്ലേ പോകുന്നത്? പൂത്തോട്ട ഭാഗത്തേക്ക്. ഇനിയിപ്പം നമ്മൾ നേരെ
നമ്മുടെ സുഹൃത്തായിട്ടുള്ള പാപ്പയുടെ അടുത്തേക്ക് പോവുകയാണ്. പാപ്പയുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ചെന്നതിന് ശേഷം കാണാം. എല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നില്ല, അവിടെ ചെന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ യാത്ര എങ്ങോട്ടാണ്, എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇനി നേരെ പാപ്പയുടെ അടുത്തേക്ക് പോകുന്നു, അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ വാഹനമൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പാപ്പയുടെ വീടിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. അവിടെ പോയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്രാ പരിപാടികൾ ആരംഭിക്കുന്നത്. പാപ്പയുടെ വീടെത്തി. പാപ്പേ, യെസ്, സെറ്റല്ലേ? അപ്പം നമ്മൾ നമ്മുടെ പണിയായുധങ്ങളുമായിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ പോകുന്ന വള്ളം ഇതാണ് കേട്ടോ. ഇവിടെ കുത്തി കാല്, ഇവിടെ കുത്തി. ഞാൻ പിന്നെ കയറിയാൽ കുഴപ്പമൊന്നുമില്ല, വള്ളം അനങ്ങില്ല, വലിയ വെയിറ്റില്ലല്ലോ. ഞാനിവിടെ ഇരിക്കട്ടെ, ഏറ്റവും പുറകെ പോകട്ടെ, ഏറ്റവും ലാസ്റ്റ് പോകട്ടെ. ലാസ്റ്റോ ഞാൻ കയറി സേഫായി, ഇനി നീ പോരെ. ഓ, വലത്തുകാലം വെച്ച് കയറിക്കോ. വലത്തുകാലം വെച്ച് താരം കയറിക്കോടൂ. അങ്ങപ്പാ ഇപ്പോൾ വള്ളം മറിക്കാൻ വന്നവനാണെന്ന് സംശയമുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്, വെള്ളത്തിലൂടെയുള്ള യാത്ര. ഇനിയിപ്പോൾ പാപ്പയോട് ചോദിക്കുക റൂട്ടും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതൊക്കെ. പാപ്പേ പറയൂ, നമ്മൾ എങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര? നമ്മൾ ഈ പെരുമ്പളം ഐലൻഡിലേക്കാണ്. പെരുമ്പളം അവിടെ നിന്ന് മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ക്യാപിക്കോ റിസോർട്ട് പൊളിച്ചു കളഞ്ഞ പ്രോപ്പർട്ടി കണ്ട്, സെൻറ്റ് മേരീസ് എൻ്റെ ഐലൻഡ് കണ്ടു. അവിടെ നിന്ന് തിരിച്ചു വന്ന് മാജിക് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, അതായത് വെള്ളത്തിലിറങ്ങി അത്യാവശ്യം റിസോർട്ടിൽ വന്ന ഗസ്റ്റുകളെല്ലാം കയറുന്നു. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കായലാണ്, മൊത്തം കായൽ. വള്ളത്തിൽ നമ്മൾ വേമ്പനാട്ട് കായലിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അല്ലേ? അപ്പം നമ്മൾ വേമ്പനാട്ട് കായലിലാണ്, മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴി നിന്നാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പെരുമ്പളത്തേക്ക് പോവുകയാണ്. പെരുമ്പളം അല്ലേ? അത് അത്യാവശ്യം വലിയ ഐലൻഡാണ്. വലിയ ഐലൻഡാണ്, അത്യാവശ്യം ഒരു 7-8 കിലോമീറ്ററോളം നീളവും 2 കിലോമീറ്റർ വീതിയുള്ള സ്ഥലമാണ്. അത് ശരി. ഈ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടോ? ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ. അത് വലിയൊരു ഐലൻഡാണ്, ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ. അവിടെ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരിക്കും? ഒരുപാട് ജനങ്ങൾ തിങ്ങി താമസിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പാലമൊന്നുമില്ല. പാലം പുതിയത് പണിതിട്ടേ ഉള്ളൂ. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ജങ്കാറുണ്ട്. നിലവിൽ ജങ്കാറിലും മാത്രമേ ഉള്ളൂ. ബോട്ടിലാണ് ആൾക്കാർ പോകുന്നത് അല്ലേ? അത് വരുന്നതോടുകൂടി ആൾക്കാർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെ എന്നാ പോവാം അല്ലേ? സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ ഇവിടെ കൃഷി തെങ്ങാണ് ഏറ്റവും കൂടുതൽ. എന്താണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി തെങ്ങാണ് അല്ലേ? പിന്നെ എന്താ ഉള്ളത്? പിന്നെ നെൽകൃഷിയൊക്കെ നേരത്തെ ചെയ്തോണ്ടിരുന്നത് ഇപ്പം ഇല്ല. നെല്ലില്ല ഇപ്പം? നെല്ലില്ല. ഓക്കെ. നെല്ലൊക്കെ നേരത്തെ ചെയ്തോണ്ടിരുന്നത് ഇപ്പം ഇല്ല. തെങ്ങ് അത്യാവശ്യം ആദായം കിട്ടുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ ഇവിടെ പിന്നെ ചെത്തനുണ്ട്, കള്ളുണ്ടല്ലേ? ഇവിടെ കുറേ ഷാപ്പുകളുണ്ടല്ലോ. ഷാപ്പുണ്ട്. അങ്ങനെ നമ്മൾ വേമ്പനാട്ട് കായലിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇവിടുത്തെ ഒരു വരുമാന മാർഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തെങ്ങാണ് ഇവിടുത്തെ ഒരു പ്രധാന വരുമാന മാർഗം. തെങ്ങ് ഇവിടുത്തെ ഒരു പ്രധാന വരുമാന മാർഗമാണെങ്കിലും മീൻപിടുത്തവും കക്കാവാരലുമാണ് നിത്യജീവിതത്തിനുള്ള ഉപജീവന മാർഗമായിട്ട് കണ്ടെത്തുന്നത്. എന്നാൽ നെൽകൃഷിയൊക്കെ ധാരാളം പണ്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് നെൽകൃഷിയൊക്കെ ചെയ്തു വരുന്നത്. അതിൽ നിന്നൊന്നും അവർക്ക് ഉപജീവനത്തിനുള്ള വക കണ്ടെത്താനായിട്ട് സാധിക്കുന്നുമില്ല. ഇനി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കായലിൻ്റെ ഇരുവശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വീടുകളും റിസോർട്ടുകളും നമുക്ക് കാണാൻ കഴിയും. എല്ലാ വീടുകളിലും ഒരു വള്ളമെങ്കിലും ഉണ്ടാവും. ഇന്നിപ്പോൾ നമ്മുടെ വീടുകളിൽ ബൈക്കും കാറും ഉള്ളതുപോലെയാണ് ഇവരുടെ വീടുകളിലെല്ലാം വള്ളമുള്ളത്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കായലിൻ്റെ പല തുരുത്തുകളിലായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത്. കായലിനോട് ചേർന്ന് വീട് വെച്ച് താമസിക്കുന്നവർ മീൻ കൃഷി ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇതറിയപ്പെടുന്നത് കൂട് കൃഷി എന്നാണ്. അവർ താമസിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്ത് കായലിൻ്റെ ഒരു ഭാഗത്തായിട്ട് നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൃഷി അവർ ചെയ്തു വരുന്നത്. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കായലിന് നല്ല ഭംഗിയും ഹൃദ്യമായ കാഴ്ചകളുമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ ഈ ഒരു തുരുത്തുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അങ്ങനെ പറയാനുള്ള പ്രധാന ഒരു കാരണം കുടിവെള്ളമാണ്. ശുദ്ധമായ കുടിവെള്ളം ലഭിക്കണമെങ്കിൽ കായലിൻ്റെ പുറത്തുനിന്ന് കുടിവെള്ളം വീടുകളിൽ എത്തിക്കണം. പഞ്ചായത്ത് നൽകുന്ന പൈപ്പ് ലൈനുകളാണ് ഇവരുടെ പ്രധാന ഒരു ആശ്രയം. ഇനി ഇവർ നേരിടുന്ന പ്രധാന മറ്റു ബുദ്ധിമുട്ടുകൾ മഴക്കാലത്താണ്. വള്ളം തുഴഞ്ഞ് അക്കരെ ഇക്കരെ പോയി കുട്ടികളെ സ്കൂളിലാക്കാനും സാധനങ്ങൾ വാങ്ങാനും ആശുപത്രി ആവശ്യങ്ങൾ വന്നാലും എല്ലാം വള്ളത്തെ ആശ്രയിച്ചിട്ട് വേണം. ഒട്ടുമിക്ക വീടുകളിലും ചെറിയ വള്ളങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല മഴയുള്ള സമയത്തും കാറ്റുള്ള സമയത്തും അക്കരെ ഇക്കരെ പോയി വരാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവർ നേരിടുന്നത്. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് തുരുത്തിലുള്ള ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ചേട്ടാ, മീൻ വല്ലതും കിട്ടുന്നുണ്ടോ? ഒന്നുമില്ലല്ലേ? ശോ, ഇപ്പം വല ഇട്ടിട്ട് എടുക്കല്ലേ? ഇതാണ് കോല അല്ലേ? കോല കുറവാ. കുറേ എണ്ണം കൊടുക്കും അല്ലേ? ഇതിപ്പോൾ ഒരെണ്ണം കിട്ടിയുള്ളൂ? തുടങ്ങിയുള്ളൂ ഇന്നത്തെ പരിപാടി? രാവിലെ വന്നാ
ഓഹോ ഹോ ഹോ. അപ്പം ഇങ്ങനെയാണ് വല എടുക്കുന്നുണ്ടോ, ഇങ്ങനെ വട്ടത്തിൽ റൗണ്ട് ചെയ്ത് വല വീശും ആദ്യം, അല്ല വല വിരിക്കും, പിന്നീട് ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ പൊക്കി 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 അവർ നോക്കും. അപ്പോൾ എവിടെയെങ്കിലും മീൻ ഉടക്കിയെങ്കിൽ അതിനെ പിടിച്ച് അവർ വള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്ത് വില ഉണ്ടാകും കിലോയൊക്കെ വരുമ്പോൾ? കിലോയ്ക്കൊക്കെ എന്ത് വില ഉണ്ട് ഈ കോലാന? 350 രൂപ വില ഉണ്ടല്ലേ? ഓഹോ, ശരി 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 ശരി. ഉള്ളൂ. ആ ഹാ ഹാ. ഓ, ഈ കോല മാത്രമുള്ള വേറെ എന്തെങ്കിലും മീനുണ്ടോ, കിട്ടുമോ? ആ, അതിലെ കോല കിട്ടുള്ളൂ. കോലാവല. അതിന് കോലവല തന്നെയാണോ പറയുന്നത്? ഓക്കെ ഓക്കെ, നമ്മൾ പോയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കിനി പോവാം. അപ്പോൾ ചേട്ടൻ്റെ മീൻ പിടുത്തം അവിടെ നടക്കട്ടെ. അക്കാണ്ടോ ചോദിച്ചടാ? കുറവാ? എല്ലാവരും മറ്റേ ഇവിടെയൊക്കെ പോകണം. പ്രതിസന്ധിയാണോ കക്കായ്ക്കില്ലേ? കുറവല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വെള്ളത്തെ കിടപ്പുണ്ടാകും നമുക്ക്. കക്ക വരുന്ന ചേട്ടനാണ് കേട്ടോ. കൊല്ലി ഉപയോഗിച്ച്. കൊല്ലി ഉപയോഗിച്ചിട്ട്? ഓ, ഇതാ കിടക്കുന്ന കക്ക. ഇതിന് ചൂടുവെള്ളത്തിലിട്ട് എടുക്കേണ്ടത് അല്ലേ? പുഴുങ്ങിയെടുക്കുമല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കക്ക ഇറച്ചിയാക്കുന്ന സംഭവം. ഓക്കെ ഓക്കെ. ഇന്നിപ്പം കുറവാന്ന് പറയുന്നേ? ഓ, സാധാരണ ഈ വെള്ളം നിറച്ച് കിട്ടുമോ? അങ്ങനെയാണ്? അങ്ങനെയാണ്. എത്ര നേരം സമയം എടുക്കും? വെളുപ്പിനെ 4:30 വന്നാണോ? ആ, അതാണ്. ഷോ, 4:30 വന്നിട്ട് ആകെ കിട്ടി ഇത്രയാണ്. നല്ല പണിയുണ്ട്, നല്ല അധ്വാനമാണ് ഈ വെയിലും കൊണ്ടല്ലേ. ഓഹോ, അതിൻ്റെ ഒരു മോഡലൊന്ന് കാണിക്കുക, എങ്ങനെ വലിക്കുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട്. അപ്പോൾ കക്ക വരുന്നത് എങ്ങനെയാണെന്ന് കണ്ടോണം. നെറ്റിൽ എങ്ങനെ കോരി എടുക്കുക, അത് കാണിച്ചു തരും കേട്ടോ. അദ്ദേഹം പോകാൻ തുടങ്ങിയാണ്. എത്ര സമയമായപ്പോഴത്തേനെ? വെളുപ്പിന് വന്നല്ലേ. ഉയ്യോ, എൻ്റെ അമ്മ ഇത്ര ആഴമുണ്ടല്ലോ ഇവിടെ. ഓ, ഇങ്ങനെ നീക്കിക്കൊണ്ട് പോകണം വള്ളം. ഓ, അപ്പോൾ ഇതിനിടയ്ക്ക് അപ്പം മണ്ണൊക്കെ ഉണ്ടാവില്ല അടിയിൽ, ചെളിയൊക്കെ? എല്ലാം കൂടെ വലിച്ചു കയറ്റണം. അപ്പം നല്ല അതിനൊരു അധ്വാനമാണ് വരും. അതെല്ലാം നമ്മൾ വലിച്ചു കയറ്റണം മുകളിലേക്ക്. ഓ, നല്ല ആരോഗ്യമാണല്ലോ അപ്പോൾ. എൻ്റെ പൊന്നെ. അല്ല തങ്കപ്പ, എന്നാലും ഇപ്പം ഇത്രയല്ലേ കിട്ടിയുള്ളൂ. ഇത്രയും നേരം അധ്വാനിച്ചിട്ട് ആ കിട്ടിയത് എത്ര കിലോ കാണും? അത് വളരെ കുറവല്ലേ. ഒരു പകുതിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വള്ളത്തിൽ അദ്ദേഹത്തിന് ഹാപ്പി ആയേനെ അല്ലേ? 10 കിലോ ഉണ്ടെങ്കിൽ നമ്മൾ പുഴുങ്ങി വരുമ്പോൾ എത്രയാവും? 10 കിലോ അല്ല, ചരുവ ഒരു പാട്ടൊക്കെ അളവാ. ഒരു കൊട്ട 4 കൊട്ടയാണ് ഒരു ചരുവ. ഒരടിയുടെ കൊട്ട. മണൽ ആ കൊട്ട ഇതേ, ആ കൊട്ടയുണ്ട്. ഇതേ പൊക്കിയാണ് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാ അതിങ്ങനെ പൊക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ കാണാം നമുക്ക്. കക്ക കിട്ടുമെന്നറിയില്ല, അദ്ദേഹം ഒന്ന് ഡെമോ കാണിച്ചാണ്. എന്തായാലും ലാസ്റ്റ് വരുമ്പോഴാണ് അതിൻ്റെ വെയിറ്റിനെ അറിയാൻ പോകുന്നത്. വെള്ളത്തിൽ നിന്ന് വലിക്കുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ എന്നാൽ ഈ എടുക്കാറാകുമ്പോഴത്തേനുണ്ടല്ലോ നല്ല വെയിറ്റ് ആയിരിക്കും. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് കക്ക കോരിയെടുക്കുന്ന കാഴ്ച. കണ്ടോ? ഓ, ചെളിയൊക്കെ എങ്ങനെ പൊക്കി വരുമ്പോഴത്തേനും പോകും അല്ലേ? ഇങ്ങനെ കഴുകിയെടുക്കും നമ്മൾ. ചെറിയ കക്കായും പോകും. നമുക്ക് ആവശ്യമുള്ളത് കിട്ടും കറക്റ്റായിട്ട്. ആ ഹാ ഹാ ഹാ, കണ്ടോ? ഒക്കെ ഉണ്ടല്ലേ. ഇങ്ങനെ കഴുകിയിട്ട് കുടഞ്ഞ് വള്ളത്തിലേക്ക് ഇടും. അപ്പോൾ എന്തായാലും ഭാഗ്യമുണ്ട് കേട്ടോ, നമ്മൾ പറഞ്ഞ് ഇട്ടതുകൊണ്ട് കുറച്ച് കിട്ടി. കണ്ടോ? അങ്ങനെയാണ് കക്ക വരുന്നത്. ഇത് എത്ര നീളം കാണുമായിരിക്കും ആ കോലിന്? 5.5. ഓക്കെ, 5.5 മതിയാവും അല്ലേ? 1.5 മീറ്ററിൻ്റെ അടുത്തുണ്ട്. പോരാതും വരും. ഓ, വേണ്ടി വരില്ല. ഓക്കെ. ആ ഹാ, ഉള്ളൂ. ആ ഹാ, അവിടെയൊക്കെ. ആ ഹാ ഹാ. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ സംവിധാനം നമ്മൾ കണ്ടു. കൊള്ളാം. ഇനിയിപ്പോൾ എത്ര ദൂരം പോകണം ചേട്ടന്? അവിടം വരെ പോകണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി. ശരി, അപ്പോൾ ഇനി കാണാം. പേരെങ്ങനെയാണ് ചേട്ടൻ്റെ? ബിജു. ഓക്കെ ബിജുടാ. അങ്ങനെ കക്ക വരുന്ന ചേട്ടനോട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ്. കുറച്ച് വെയിലുണ്ട് കേട്ടോ, കുറച്ചല്ല, നല്ല വെയിലുണ്ട്. ഇന്നിപ്പോൾ കാലാവസ്ഥ ഓക്കെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നു. ഇപ്പോൾ എന്തായാലും കുറച്ച് വ്യത്യാസം വന്നു. കാലാവസ്ഥ അല്ലായതുകൊണ്ട് നമുക്ക് അനായാസം ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. വെയിലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ മഴയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്ന സൗണ്ട് ഉള്ളതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. ക്ഷമിക്കുക, വേറെ മാർഗ്ഗമില്ല. തുഴഞ്ഞൊന്നും നമുക്ക് പോക്ക് കിടക്കില്ല, കാരണം അത്രയും ദൂരമുണ്ട്. അതാണ് പ്രധാന പ്രശ്നം. പിന്നെ അടുത്ത നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇവിടെ ഒരു
റിസോർട്ട് ഉണ്ടായിരുന്നു മുത്തൂറ്റിൻ്റെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പം നിലവിൽ അത് കാണാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. കാരണം അതെല്ലാം പൊളിച്ചു. കോടതി അത് പൊളിക്കാനുള്ള ഉത്തരവിട്ട് അത് പൊളിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിനി പോകുന്നത് അടുത്തായിട്ട്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ആ റിസോർട്ട് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എവിടെ പാപ്പ റിസോർട്ട്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടതാ. ഇതെല്ലാം പൊളിച്ചു കഴിഞ്ഞു. എല്ലാം പൊളിച്ചിപ്പോൾ പ്രദേശത്ത് ഒരു 4 നില ബിൽഡിങ്ങിന്റെ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. ബാക്കി ചുറ്റോടി ചുറ്റും 55 വില്ലകളും ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളായിരുന്നു. എല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഇപ്പൊ സ്വിമ്മിംഗ് പൂളും ഇല്ല, വില്ലയില്ല, ആകെയുള്ള കുറെ തെങ്ങും കുറെ പായലുണ്ട്. കോടിക്കണക്കിന് രൂപ, 335 കോടി എന്നാണ് പറയുന്നത്. 335 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നും ഇല്ല ഇപ്പോൾ ഇവിടെ. ആകെ ഉള്ളത് കുറെ പറമ്പ് മാത്രം കിടപ്പുണ്ട്. തീരദേശ നിയമനം വെച്ചുള്ള ഇത് വന്ന കാരണം പൊളിച്ചു കളഞ്ഞല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ല പാപ്പ നമ്മൾ വന്ന സമയത്ത് അത് ഫോട്ടോകളെല്ലാം ഉണ്ടായിരുന്നു. അതായത് അത് പൊളിക്കാൻ വേണ്ടി ഉത്തരവ് വന്നിട്ട് അവരങ്ങനെ കിടക്കായിരുന്നു, അപ്പീൽ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അന്ന് നമുക്ക് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ സമയത്ത് പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ ഒരു 7 മാസം 8 മാസമായി പൊളിച്ചു കഴിഞ്ഞു. അതല്ലേ? വേസ്റ്റ് ഫുൾ വേസ്റ്റ് ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ അവരെങ്ങനെ കൊണ്ടുപോയി? JCB വന്ന്. ഓ, ഇതിലേക്ക് വഴിയില്ല, മറ്റേ ജങ്കാർ വന്നായിരുന്നു. ജങ്കാറിൽ കയറ്റി വേസ്റ്റ് കൊണ്ടുപോയി. ഓ, അപ്പം നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഇവിടെ എല്ലാതല്ലായിരുന്നോ ഈ ഒരു ഭാഗം? എല്ലാം ഉണ്ടായിരുന്നു. റിസോർട്ടായിരുന്നു, മൊത്തം റിസോർട്ടുകളായി. ചുറ്റോടി ചുറ്റും വില്ലകളായിരുന്നു. എനിക്കിപ്പോൾ ഒരു ഓരോ വില്ലകളായിരുന്നു. 55 വില്ലകളുണ്ടായിരുന്നു. 55 വില്ല, അടിപൊളി. 55 വില്ല പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഴയ വിഷലിട്ട് 1-2 ക്ലിപ്പുകൾ കാണിക്കാം, അതേ മാർഗ്ഗമുള്ളൂ അതിൻ്റെ ആ ഒരു ഇത് അറിയണമെങ്കിൽ. എന്തായാലും അത്രയും ഭംഗിയായിട്ട് നിന്നിരുന്ന ഒരു റിസോർട്ടായിരുന്നു. അത് പൊളിച്ച് മാറ്റി. ആലപ്പുഴ ജില്ലയാണ്. ഇത് പാലപ്പുഴ എത്തി നമ്മൾ. ആലപ്പുഴ ജില്ലയാണ്. ഓഹോ, അപ്പം അങ്ങനെ ആലപ്പുഴ ജില്ലയിലേക്ക് നമ്മൾ എത്തി. ഇപ്പോൾ കോട്ടയം എറണാകുളം കടന്ന് നമ്മൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. ജില്ലകൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട് കേട്ടോ തങ്കപ്പാ, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. വെള്ളത്തിലായതുകൊണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതെ അതെ, തലങ്ങനെ വിലങ്ങനെ വള്ളക്കാർ ഓടുന്നുണ്ട് എന്തായാലും. ആ ഒരു ഭാഗത്തോട്ടൊരു വള്ളമൊക്കെ തുഴഞ്ഞൊരു ചേട്ടൻ മീൻ പിടിക്കാനാണോ അതോ കക്ക വാരാനാണോ അറിയില്ല, എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടോ പാപ്പ നമ്മുടെ പരിപാടി? നമ്മളിവിടുന്ന് കറങ്ങി അപ്പുറത്തുകൂടി കറങ്ങി നേരെ മാജിക് ഐലൻഡിലേക്ക് പോകും. മാജിക് ഐലൻഡ്, അതാണ് മാജിക്. അങ്ങനെ പോയാണ്, യാത്രയാണ്. ഓക്കെ, എന്നാൽ തിരിച്ചോ, സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒച്ച പറഞ്ഞ എഞ്ചിൻ പിടിക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒച്ച പറഞ്ഞ് യമാഹയുടെ എഞ്ചിൻ വാങ്ങിക്കണം പറയാതെ. അങ്ങനെ ഇതാ നമ്മൾ മാജിക് ഐലൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് മാജിക് ഐലൻഡ്. ഞാനൊന്ന് എണീറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, കുറേ ആൾക്കാരവിടെ വെള്ളത്തിലിറങ്ങിയുണ്ടോ? അവിടെ അത്രയും വെള്ളമുള്ളൂ. അതെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലേ, ഇത്ര ഉള്ളേ. ഇത്ര വലിയ കായലിൽ ഇത്ര ആഴമുള്ളൂ കണ്ടോ. കുറേ ആൾക്കാർ വെള്ളത്തിൽ ചാടുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വെള്ളത്തിൽ തന്നെ ഇരുന്നു കേട്ടോ. വെള്ളത്തിലിറങ്ങാൻ താല്പര്യമില്ല. ആശ്രോ, നീ വേണേൽ 2 റൗണ്ട് നീന്തിട്ട് വാ, എന്നെ കൊണ്ട് പറ്റും. കയറാൻ പാടാന്നല്ലേ? ഇറങ്ങിക്കോ, സെറ്റാണ്. ഇറങ്ങിയോ, പേടിക്കണ്ട. ഞാൻ ഇവിടെ വെള്ളത്തിൽ ഞാൻ ഇരിപ്പുണ്ട്. ഇത്രയും കേസുള്ളൂ. ഇവൻ വള്ളം മറിക്കാൻ പിന്നെയും വന്നേക്കാണല്ലോ. ഇത്രയും വെള്ളമുള്ളൂ. മോനെ സെറ്റ്. ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആസ്വാദിച്ചിട്ടല്ലേ ഇവിടെ വരുന്നേ? ആ, സന്തോഷമായില്ലേ? അപ്പോൾ ഇനി അടുത്തത് എൻ്റെ ഊഴമാണ്. ചാടിക്കോട്ടെ. മുങ്ങിപ്പോടെ, ഞാനും മുങ്ങിപ്പോ. ഇവിടെ നല്ല ആളുണ്ട് കേട്ടോ. ഇല്ല കുഴപ്പമില്ല. അയ്യോ, എൻ്റെ മൊബൈല്. ഇനിയിപ്പോ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അയ്യോ, കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. കീ ഇല്ല, ക്യാഷ് കുറച്ചുള്ളവരെന്ന് കൊടുത്തേക്കാൻ. ആ, അത് 10-200 രൂപയ്ക്കുള്ളൂ. പോട്ടെ, കുഴപ്പമില്ല. വേറെ ഒന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയുണ്ട്. അയ്യോ, 500 ഇല്ല, ഒരു 100 കൂടെ ഉള്ളൂ. അങ്ങനെ ഞാനും കാസ്ട്രോയും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പാപ്പ പിന്നെ സ്ഥിരം ആൾക്കാരുമായിട്ട് വരുന്നതുകൊണ്ട് പാപ്പയ്ക്ക് ഇതൊരു പുത്തിരിയല്ല. പാപ്പ പറഞ്ഞത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ 2 ആൾ പൊക്കം വെള്ളമുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് വന്ന് ഇറങ്ങിയില്ലെങ്കിൽ എവിടെ പോയി കിടക്കുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ മാജിക്ക്. അല്ല, പണ്ട് നമ്മൾ വന്ന സമയത്ത് പാപ്പ എന്നോട് അങ്ങനെ പറഞ്ഞു, കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ ഒക്കെ മാറിക്കഴിഞ്ഞാൽ അതാണേ നല്ല അല്ലേ. ഒരാൾ പൊക്കം വെള്ളമില്ലേ? ഓക്കെ. ഒരാൾ പൊക്കം വെള്ളം ഉണ്ടെന്നാണ് പാപ്പ പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ എല്ലായിടത്തും പോയി ചാടാൻ പറ്റില്ല. ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പാപ്പ പറയാതെ ആദ്യം ഇറങ്ങിയോളൂ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കാസ്റ്റ് പറഞ്ഞു, കാലത്തൊന്നില്ലേ ഇല്ലേ, എന്നാൽ ചിലപ്പോൾ അവിടെ ആഴം ഉണ്ടായിരിക്കുന്നു. വന്നിട്ടാണ് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവന്നു കേട്ടോ. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അങ്ങപ്പാ. നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ വേമ്പനാട്ട് കാലിന് അടുക്കൊക്കെ ഇതുപോലെയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു അനുഭവമാണ്. ഇതൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ഭാഗമാണ്. നമ്മുടെ യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, ഓരോ സ്ഥലങ്ങളിൽ വന്ന് ഓരോ കാര്യങ്ങൾ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പം മാക്സിമം എൻജോയ് ചെയ്യുക, ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുക. അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ മാജിക് ഐലൻഡിൻ്റെ പ്രത്യേകത. ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുക എന്നുള്ളതാണ്. വള്ളത്തിൽ വന്ന് വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ് മാജിക് ഐലൻഡിൻ്റെ പ്രത്യേകത.
ആഷോ, നമ്മളങ്ങനെ മുറിഞ്ഞുപുഴ പാലത്തിനടുത്തെത്തി. നമ്മൾ വേമ്പനാട്ട് കായലൂടെയാണല്ലോ ഇത്ര നേരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അല്ലേ? വേമ്പനാട്ട് കായലിനെ കുറിച്ച് 2 വാക്ക് നീ പറയണം. ഞാൻ പറയണം. നീ ഹിസ്റ്ററിയും ജോഗ്രഫി എല്ലാം നീ തന്നെ പറയണം. അതാണ് നിന്റെ ദൗത്യം. ഓക്കെ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ബാക്ക് വാട്ടേഴ്സ്, അതായത് ഈ ലേക്കുകൾ, വേമ്പനാട് ലേക്ക്, വേമ്പനാട്ട് കായൽ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഏതാണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ വേമ്പനാട്ട് കായലിനുണ്ട്. അപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും 3 ജില്ലകൾ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ വേമ്പനാട്ട് കായൽ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു 10 നദികൾ അത് വന്ന് ചേരുന്നത് ഈ വേമ്പനാട്ട് കായലിലേക്കാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പമ്പ, മീനച്ചിലാറ്, അച്ഛൻ കോവിലാറ്, ഇങ്ങനെ തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട 10ഓളം റിവറുകൾ വന്ന് നമ്മുടെ ഈ വേമ്പനാട്ട് കായലിലാണ് ചേരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ഇപ്പോൾ കണ്ടല്ലോ, പൂത്തോട്ട പാലത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ചേരുന്ന ഒരു ട്രൈ ജംഗ്ഷനാണ് ഈ പൂത്തോട്ട പാലം വരുന്ന സ്ഥലം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണല്ലോ നമ്മൾ അവിടുന്ന് ആലപ്പുഴയിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ പെരുമ്പളം ദ്വീപിലേക്കൊക്കെ പോയി. അപ്പോൾ ഈ വേമ്പനാട്ട് കായൽ എന്നുള്ള പേര് ആക്ച്വലി ഒഫീഷ്യലി ഇതിൻ്റെ പേര് വേമ്പനാട്ട് കായൽ എന്ന് തന്നെയാണ്. അപ്പം ഞങ്ങൾ വൈക്കംകാരും കോട്ടയംകാർ പൊതുവെ വേമ്പനാട്ട് കായൽ എന്നാണ് പറയണമെങ്കിലും ആലപ്പുഴ ജില്ലയിലേക്കും കൊച്ചിയിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർ ഇതിനെ കൊച്ചി കായലെന്നും, ആലപ്പുഴയിലേക്ക് ചെല്ലുമ്പോൾ പുന്നമടയിലേക്ക് ചെല്ലുമ്പം നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കണം അവിടെ ചെല്ലുമ്പോൾ അവർ പുന്നമടക്കായൽ എന്ന് പറഞ്ഞത്. എല്ലാം ഈ വേമ്പനാട്ട് കായൽ തന്നെയാണ്. വേമ്പനാട്ട് കായലിൻ്റെ ഓരോ ഭാഗങ്ങളെ ഇപ്പോൾ കൊച്ചിയിലുള്ളവർ അവർ ആ ഏരിയനെ കൊച്ചി കായൽ എന്ന് വിളിക്കുന്നു. മറ്റേ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നിടത്ത് അവർ പറയുന്നു പുന്നമടക്കായൽ എന്ന് പറയുന്നു. ആക്ച്വലി ഇതെല്ലാം വേമ്പനാട്ട് കായൽ തന്നെയാണ്. പിന്നെ ഞങ്ങൾ വൈക്കത്തുനിന്ന് ആലപ്പുഴയിലേക്ക് ബൈ റോഡ് പോവുകയാണെങ്കിൽ നമുക്കവിടെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറയേണ്ടത്, അവിടെ തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നൊരു ബണ്ടുണ്ട്. അപ്പോൾ ഈ ബണ്ട് ഷട്ടർ മൂലം ഇതിനെ ഈ ലേക്കിനെ, വേമ്പനാട്ട് ലേക്കിനെ 2 ഭാഗമായിട്ട് തിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ തണ്ണീർമുക്കം ബണ്ട്, അല്ലെ അവിടുത്തെ ഷട്ടർ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്ത് സാൾട്ട് വാട്ടറാണ്, അതായത് ഉപ്പുവെള്ളമാണ്, മറു സൈഡിൽ ഫ്രഷ് വാട്ടറുമാണ്. അപ്പോൾ എന്തിനാണ് ഈ ഷട്ടർ വെച്ചിങ്ങനെ ഫ്രഷ് വാട്ടർ സാൾട്ട് വാട്ടർ തമ്മിൽ കൂടി കലരാതിരിക്കാനായിട്ട് സർക്കാർ ഇങ്ങനെ ഒരു ബണ്ട് അവിടെ നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അപ്പോൾ കുട്ടനാടിലെ കൃഷിയെ ആശ്രയിക്കുന്നത് ഈ വേമ്പനാട്ട് കായലിലെ ഫ്രഷ് വാട്ടറാണ്. അതിലേക്ക് സാൾട്ട് വാട്ടർ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷിക്ക് അത് ഹാംഫുൾ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയുടെ സീസണിൽ ഷട്ടർ അടച്ചിട്ട് ഈ വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള സാൾട്ട് വാട്ടർ അപ്പുറത്തുള്ള ഫ്രഷ് വാട്ടറിലേക്ക് കലരാതിരിക്കാനായിട്ടാണ് ഈ തണ്ണീർമുക്കം ബണ്ട് സർക്കാർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിൻ്റെ നെല്ലറയായ ഈ കുട്ടനാടിനെ കൃഷി നശിച്ചു പോകാതിരിക്കാൻ ഈ വേമ്പനാട്ട് കായലിൽ ഷട്ടർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രഷ് വാട്ടറും മറുഭാഗത്ത് ബ്രാക്കിഷ് വാട്ടർ അല്ലെങ്കിൽ സാൾട്ട് വാട്ടർ ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ താമസിക്കുന്ന കുറേ ദ്വീപിനോട് ചുറ്റപ്പെട്ട് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ജീവിത മാർഗ്ഗം അല്ലെങ്കിൽ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് മീനും കക്കാവരലുമാണ്, അല്ലേ? മീൻ കൃഷിയും ഇവിടെ കൃഷി, അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന മത്സ്യബന്ധനവും ഈ പറഞ്ഞ കക്കാവാരല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പണ്ടിവിടെ കായലിൽ നിന്ന് ചരല് വാരുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ ഇല്ലീഗൽ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും ആളുകൾക്ക് പോകാൻ പറ്റുന്നില്ല. നേരത്തെ അങ്ങനെ ഇതിന്റെ തീരപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നവരൊക്കെ മണൽ വാരിയൊക്കെയാണ്. ഇപ്പൊ ഒരു 2 തലമുറയൊക്കെ പുറകോട്ടാണെങ്കിൽ അവരുടെ മെയിൻ ഒരു ഉപജീവന മാർഗ്ഗമായിരുന്നു ചരല് വാരുക എന്നൊക്കെ ഉള്ളത്. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ആ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ പറയുന്ന കക്ക വാരുക, മത്സ്യബന്ധനം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ട്രഡീഷണൽ ആയിട്ട് കുറേ ഏരിയകൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കുട്ടനാട് റീജിയനിലൊക്കെ പ്രധാനമായിട്ടും കൃഷിയാണ്. ഇപ്പം നമ്മൾ ഈ പോയ ഈ റീജിയനിൽ അധികമായിട്ട് ഇപ്പം നെൽകൃഷി ഇല്ല. കൂടുതൽ ഈ പറഞ്ഞ കണക്ക് ചെറിയ റിസോർട്ടുകൾ അങ്ങനെയുള്ള പുതിയ ആധുനിക ബിസിനസ്സുകളിലേക്കൊക്കെ ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വേമ്പനാട്ട് കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചരിത്രപരമായ കാര്യം. ചരിത്രവും ജോഗ്രഫിയൊക്കെ എല്ലാം പറയാൻ ഇതൊക്കെയാണുള്ളത്. അങ്ങനെ നമ്മൾ പിന്നെയും മുന്നോട്ട് പോയി കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അതിൽ പ്രധാനമായിട്ടും സെൻറ്റ് മേരീസ് ഗ്രൂപ്പിൻ്റെ ഐലൻഡ്. അവിടെ പ്രത്യേകിച്ച് കാണുവാനായിട്ടൊന്നുമില്ല, അതെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. അവർക്ക് സാമ്പത്തിക മാന്ദ്യം സംഭവിച്ച് അതെല്ലാം ഇപ്പോൾ നിലവിൽ നശിച്ചു കിടക്കുകയാണ്. ഒരു കാലത്ത് പി സുശീല മാമും ദാസേട്ടനും ഒക്കെ വന്ന് ഈ ഒരു സ്ഥലത്ത് ഗാനമേള നടത്തിയിരുന്നു അത്രേ. ഇപ്പോൾ സർക്കാരിൻ്റെ അധീനതയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളും കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലവും മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുള്ളൂ. എന്തായാലും വളരെ മനോഹരമായ ഒരു ഐലൻഡ് തന്നെയാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്. അങ്ങനെ അതും കണ്ടതിന് ശേഷം പിന്നീട് നമ്മുടെ യാത്ര കായലിന് കുറുകെയുള്ള ഒരു തൂക്കുപാലത്തിലേക്കായിരുന്നു. തൂക്കുപാലത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ഓരോ സോഡ നാരങ്ങ വെള്ളം കുടിച്ചു.
രാവിലെ തുടങ്ങിയ യാത്രയല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ സോഡ നാരങ്ങ വെള്ളം കുടിച്ച് തൂക്കുപാലത്തിന്റെ മുകളിലൂടെയൊക്കെ നടന്ന് അവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു. വളരെ മനോഹരമായി കായലിനു കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു തൂക്കുപാലം. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ് ഈ ഒരു തൂക്കുപാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 2 ദ്വീപുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് KCL ഇവിടെ ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. തൂക്കുപാലത്തിന്റെ മുകളിലൂടെ നടന്ന് അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. അത്രയും മനോഹരമായ ഒരു കാഴ്ചയും നല്ല അനുഭവവുമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചത്. ഈ ഒരു തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു തിരക്കും കാണാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ മാത്രം തൂക്കുപാലത്തിന്റെ മുകളിലൂടെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു മടങ്ങുകയാണ് ചെയ്തത്. പിന്നീട് നമ്മുടെ യാത്ര സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്കായിരുന്നു. വളരെ മനോഹരമായ ഒരു റിസോർട്ട്, പഴയ മനകളെയും നാലുകെട്ടുകളെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള റിസോർട്ട്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊരു റിസോർട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പാലക്കാടിൽ നിന്ന് മനകൾ പൊളിച്ചതിൻ്റെ ഭാഗങ്ങൾ ഇവിടെ ജങ്കാറിൽ കൊണ്ടുവന്നിട്ടാണ് ഇതുപോലെ ഇവിടെ അത് നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതലും ഫോറിനേഴ്സാണ് ഈ ഒരു റിസോർട്ടിൽ താമസിക്കുന്നതും. എന്തായാലും കായലിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമായ ഒരു ഭൂപ്രദേശത്ത് തന്നെയാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അതും കണ്ടിട്ടാണ് നമ്മുടെ തിരിച്ചുള്ള മടക്കം. പാപ്പ ഇതിനകത്തൂടെ പോവോ നമ്മള്? എന്റെ പൊന്നേ മതി. പാപ്പേ ഇതിനകത്തൂടെ പോവോ? ഓ, ഇതിനെ വകഞ്ഞ് മാറ്റി നമ്മൾ പോവാട്ടോ. തങ്കപ്പ താരതെല്ലാം കാണുന്നുണ്ടോ? പുറകോട്ട് പോയിക്കേ, വഴിയൊന്നും ഇല്ല. ഇത് മറ്റേ ഓഫ് റോഡ് പോകുന്ന പോലെയാ. ഓഫ് റോഡില്ല, വള്ളത്തിൽ ഓഫ് റോഡ് അടിക്കുക. ഇതൊരു വെറൈറ്റി സംഭവം കേട്ടോ. എൻ്റെ അമ്മോ, വള്ളം നല്ല ആടുന്നുണ്ട്. പാപ്പയുടെ കഴിവ് കളിച്ചോണ്ടിരിക്കുക പാപ്പ. നീങ്ങട്ടെ, ചക്കാവോ? നടക്കൂല പാപ്പേ. പോട്ടെ, വലിച്ചോ വലിച്ചോ വലിച്ചോ. ആ എടാ, ഫ്രണ്ടിൽ നിർത്തി മാറ്റി തങ്കപ്പാ. ഫ്രണ്ടിൽ വലിക്കുക. ആ അങ്ങനെ ആ സൈഡ്, ആ ഫ്രണ്ട് പൊട്ടിക്കുക. ആ അങ്ങനെ അങ്ങ് പൊട്ടിച്ചോ. തള്ളിക്കൊടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി. പോട്ടെ. ആ പോട്ടെ. സൈഡ് പൊട്ടിച്ചോ, സൈഡും സെൻറ്ററും പൊട്ടിച്ചു വിടുക. ഓ, നല്ല പാടാ കേട്ടോ എൻ്റെ അമ്മോ. വഴി വെട്ടി പോവുക കേട്ടോ, വഴി വെട്ടി. പോട്ടെ. സൈഡ് പൊട്ടിച്ചോ, സൈഡ് സെൻറ്റർ പൊട്ടിക്കുക. ആ പോട്ടെ. നല്ല പാടാ, നമ്മളിവിടെ നിന്ന് പറയുന്ന പോലെ അല്ല. സക്സസ്. വിജയം കണ്ടെത്തി. വാവ്, സെറ്റ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പാപ്പയുടെ വീടിൻ്റെ അടുത്ത് വരെ എത്തി. യാത്ര നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാസ്ട്രോ, അടിപൊളിയല്ലായിരുന്നോ? പിന്നെ അല്ലാണ്ട് പാപ്പ നമ്മളെ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു. ഒന്ന് കറങ്ങി അല്ലേ? ഒന്ന് കറങ്ങി, ജഗതി പറഞ്ഞ പോലെ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തിരിച്ചെത്തി. ഈ പായലാണ് വിഷയകാരണം. ഓ, അവിടെ കിടന്ന് പാടുപെട്ടു കേട്ടോ പാപ്പയും തങ്ങനും കൂടെ. വെള്ളം കൂടിയോ? ഇങ്ങോട്ട് നോക്കാം, കല്ല് കാണാമായിരുന്നേ. ഓക്കെ, എന്നാൽ പാപ്പ ഇറങ്ങിയിട്ട് സെറ്റ് ചെയ്തോ, എന്നിട്ട് ഞാൻ ഇറങ്ങുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പാപ്പയുടെ വീട്ടിലെത്തിച്ചേർന്ന് അവിടെ നിന്ന് പാപ്പ നമുക്ക് കുടിക്കുവാൻ നാരങ്ങാവെള്ളം തന്നു കേട്ടോ. നല്ല തണുത്ത നാരങ്ങാവെള്ളം. ചൂടത്ത് നിന്ന് വീടിനുള്ളിലേക്ക് വന്ന് തണുത്ത നാരങ്ങാവെള്ളം കുടിച്ചപ്പോൾ ഉണ്ടായ ഒരു സുഖം, ഒന്നും പറയാനില്ല. നല്ലൊരാശ്വാസം. അങ്ങനെ നാരങ്ങാവെള്ളം കുടിച്ച് പാപ്പയുടെ യാത്രയും പറഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ ഭാഗത്തേക്ക്. വരുന്ന വഴിയിൽ നമ്മൾ ഒരിടത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തി കേട്ടോ. നല്ലൊരു ഊണും മീൻ വറുത്തതും കൂട്ടി ഊണ് കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടരുന്നത്. ഇനി മനോഹരമായ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനുണ്ട്. ആ കാഴ്ച കൂടി കണ്ടതിന് ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ ഹോം സ്റ്റേയുടെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടാണ് ആ മനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. തങ്കപ്പാ, അങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അതെ. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. എങ്ങനെയുണ്ട്?
അടിപൊളി സ്ഥലമല്ലേ. ഇത് മുഴുവൻ നെൽപ്പാടങ്ങളാണ് കേട്ടോ. ഇപ്പോൾ കൃഷിയില്ലല്ലേ? ഇപ്പോൾ സീസൺ അല്ലാതെ ചെയ്യുന്നില്ലേ ഇപ്പോൾ ഇവർ ഇവിടെ? കൃഷി സീസൺ അല്ല. ഇപ്പോൾ ആമ്പൽ സീസണാണെന്ന് തോന്നുന്നു. അമ്പലൂർ ആമ്പലാണല്ലോ. ഇതിനടുത്തല്ലേ ആമ്പല്ലൂർ? അമ്പലൂർ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. വൈകിട്ട് സമയങ്ങളിൽ ഇങ്ങനെ വന്ന് കുറച്ച് നേരം ഇതിലൂടെയൊക്കെ നടന്ന്, ഇവിടെ ആകുമ്പോൾ വലിയ തിക്കും തിരക്കൊന്നുമില്ല, വളരെ സമാധാനപരമായിട്ട് നടന്ന് കാഴ്ചകളൊക്കെ കാണാം. പ്രത്യേകിച്ച് ഈ ഇവിടുത്തെ ഫ്രെയിംസ്, അതാണ് ഒരു രക്ഷയില്ലാത്ത. തെങ്ങും അതോടൊപ്പം തന്നെ അതിലൂടെ നടുവിലൂടെ ഒരു ചാലുണ്ട്, ആ ചാലിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നൊരു കാഴ്ച, അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതിനോട് ചേർന്നൊരു ചെറിയൊരു ഹട്ട്, ഒരു വീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമായിരിക്കണം അല്ലേ? നെല്ല് ഒക്കെ ധാന്യപ്പുര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ അവിടെ ഈ പാടത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് രസമായിട്ട് ആ പച്ച പെയിൻ്റ് അടിച്ച് അത് നിൽക്കുന്ന കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. അദ്ദേഹം ചുവപ്പൊന്നും അടിക്കാത്ത നന്നായി. ഇതിനോട് ചേർന്ന് അല്ലേ, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് അതിന് ഇതിനോട് ചേർന്ന് ലയിച്ച് പോകുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ മീൻപിടുത്തക്കാരുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഈവനിങ് സമയം വന്നിങ്ങനെ കുശലമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിപ്പുണ്ട്, കുറേ കുട്ടികളും ചേട്ടന്മാരും. ഒരു ഭംഗിയുള്ളൊരു സ്ഥലം, സമാധാനപരമായ അന്തരീക്ഷം, അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഹൈലൈറ്റ്. ഇതൊക്കെ നമ്മൾ കാണണ്ടേ, അല്ലേ പിന്നെ എന്ത് അല്ലേ? നമ്മളിനി നടന്നെത്തുന്ന സ്ഥലം കണ്ടോണം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. പാലത്തിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്, നല്ല അടിപൊളി കാഴ്ചയാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഞാൻ പിന്നെ കുറേ തവണ എടുത്തിട്ടുണ്ട്. കാസ്ട്രോ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ? നീ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, വന്നിട്ടില്ലല്ലോ. കൃഷി പയറുണ്ടല്ലേ? ഓക്കെ എന്നാൽ അങ്ങോട്ടൊന്ന് ഇറങ്ങിയാലോ. വാ. ഇവിടെ കണ്ടോ, തങ്കം പറഞ്ഞ കേട്ടില്ലേ, പയർ കൃഷിയുണ്ട്. ഒരു ഭാഗത്തായിട്ട് കുറച്ച് പയർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു സ്ഥലം. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിനോട് ചേർന്നിട്ടാണ് ചീപ്പല്ലേ? ഓക്കെ പാലത്തിനോട് ചേർന്നിട്ടാണ് ഇവിടെ പയർ കൃഷി ചെയ്തിരിക്കുന്നത്. വെള്ളമുള്ളതുകൊണ്ട് അവർക്ക് സുഖമാണ് കൃഷി ചെയ്യാനായിട്ട്. പിന്നെ പണിയെടുക്കാനായിട്ടുള്ള മനസ്സും കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സും വേണം. പയറുണ്ടല്ലോ അത്യാവശ്യം. ഞങ്ങളിപ്പോൾ ഇതാരും പറിച്ചോണ്ട് പോകല്ലേ? അതെ അല്ലേ? അല്ല, ഇതിപ്പോൾ കാണുമ്പോഴേ നൈസായിട്ട് ഒന്ന് പറിച്ചോണ്ട് പോകുമെന്ന് തോന്നിയാലോ. സഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ പറിക്കും, പക്ഷേ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. ഇതിലൂടെയൊക്കെ നടത്തുവാണ്. നോക്കി എന്താ രസം, അടിപൊളിയല്ലേ? ഇതുണ്ടോ, ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട്. മീൻ പിടിക്കുന്ന വള്ളമാണത്, വലയൊക്കെ കിടപ്പുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വള്ളത്തെ വരാൻ പറ്റും കേട്ടോ. നമ്മൾ അവിടെ കണ്ട വള്ളമില്ലേ, അതുപോലത്തെ വലിയ വള്ളങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വള്ളം സെറ്റ് ചെയ്ത് ആ ഭാഗത്തുനിന്ന് വള്ളത്തിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പം വള്ളത്തിൽ ഇങ്ങനെ ഈ കൈവഴിയിലൂടെ വരുമ്പോഴേ നല്ല രസമല്ലേ, കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ വരാം. അധികം താഴ്ചയൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ താഴ്ചയുള്ളൊരു പ്രദേശമൊന്നുമല്ല. കാസ്ട്രോ പയർ കൃഷിയെക്കുറിച്ച് ഒരു ഗവേഷണം കണ്ടെത്തിയിരിക്കുകയാണ്. തങ്കപ്പാ, അപ്പോൾ അവനത് പറയും എന്താണെന്നുള്ളത്, അവൻ്റെ കാഴ്ചപ്പാട് എന്താണുള്ളത്. ഇത് കാഴ്ചപ്പാടായിട്ട് പറഞ്ഞൊന്നുമില്ല. ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിലെ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ്. ഇത് ആക്ച്വലി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പയറുണ്ടായിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കി, എല്ലാ തടത്തിൻ്റെ അകത്തും വേറൊരു ചെടി കാണുന്നില്ലേ? ഇത് നമ്മുടെ കപ്പയാണ്. അപ്പോൾ കപ്പയ്ക്ക് തടയെടുത്ത് കൂമ്പ് കൂട്ടിയിട്ട് കപ്പയുടെ കമ്പ് അതിൽ നട്ടേക്കുക. എന്നിട്ട് അതിൻ്റെ ചുവട്ടിലായിട്ട് ഇവർ കുറ്റിപ്പയർ പാകും. അപ്പോൾ ഈ പയറിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ അതിന് ലൈഫ് വളരെ ചെറുതാണ്. അത് ഈ ഒരു തവണ ഇതുപോലെ പയറെല്ലാം ഉണ്ടായതിന് ശേഷം ഈ പയർ ചെടിയെല്ലാം നശിച്ചു പോകും. നശിച്ചു പോയാലും അത് എന്തിൻ്റെ ചുവട്ടിലാണ്? കപ്പ ആ സമയത്തേക്ക് വളർന്നു പൊങ്ങും, അതിൻ്റെ ചുവട്ടിൽ ഈ പയർ കിടക്കും. ഇത് നൈട്രജൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കൃഷി രീതിയാണ്. നമ്മൾ അധികം വളമൊന്നും രാസവളമൊന്നും ഉപയോഗിക്കാതെ ഇത് തന്നെ ഇതിൽ അലിഞ്ഞു ചേർന്ന് ഈ വളമൊക്കെ ഉപയോഗിച്ച് കപ്പ നല്ല അടിപൊളിയായിട്ട് വളരും. അപ്പം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ളൊരു പണ്ട് മുതലേ നടന്നു വരുന്നൊരു സമ്പ്രദായമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു നടക്കുകയാണ്. കാസ്ട്രോ പറഞ്ഞ ആ ഒരു കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഹോം സ്റ്റേയിലേക്ക് നമ്മൾ തിരിച്ചെത്തി കേട്ടോ. എന്തായാലും ഇന്ന് കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത്. എന്തായാലും നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ വിഷ്വൽസ് എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ തീരാൻ പറ്റാത്ത കാഴ്ചകളുണ്ട്. ഒരു 2 ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാനായിട്ട് സാധിക്കില്ല.
ഇനി നിങ്ങൾക്ക് എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കാം. നമ്മുടെ ഹോം സ്റ്റേയിൽ വരാം, വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കാഴ്ചകൾ വേണമെങ്കിൽ കാണാം, 2 ദിവസം കൊണ്ട് കാഴ്ചകൾ വേണമെങ്കിൽ കാണാം. 2 ദിവസം എന്ന് പറയുമ്പോൾ ഈ ഒരു കാഴ്ച മാത്രമായിരിക്കില്ല, ഒരുപാട് കാഴ്ചകളുണ്ട്. വേറെ കുറേ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരുപാട് ഗ്രാമ കാഴ്ചകളും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പങ്കിടാൻ പറ്റിയ കുറേ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയുടെ തുടക്കത്തിലും ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറേ സമയം ചിലവഴിക്കാം. മീൻ ചൂണ്ടിയിട്ട് പിടിക്കാനായിട്ട് സാധിക്കും. അതിവിടെ പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഇവിടെ വരുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട്, ഈ പാക്കേജിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടെ വരുന്നതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് വിവരങ്ങൾ അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നും നിങ്ങൾക്ക് നമ്പർ എടുത്ത് വിളിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ഒരു ഹോം സ്റ്റേ പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്, കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. ഇതല്ലാതെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിലൊക്കെ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് തൽക്കാലം ചെറിയ രീതിയിൽ നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു പുതിയൊരു സംരംഭമാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ വിജയിപ്പിക്കുക, അതാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ.